പാലക്കാട് ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു വരപ്പടയുണ്ട്. അവർ ഈ കഴിഞ്ഞ ദിവസം കറുപ്പും വെളുപ്പും നിറത്തിൽ കുറേ ചിത്രങ്ങൾ വരച്ചു. അതിലൂടെ മലയാളത്തിന്റെ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മദിനം അവർ കളറാക്കി. എന്തോ കാര്യമായി വരയ്ക്കുകയാണ് ഈ കുട്ടികൾ. ഒന്നല്ല, ഒരുപാട് പേരുണ്ട് വരയ്ക്കാൻ. വരച്ചതെല്ലാം ഇവർ ഇത്രയും നീളത്തിൽ യോജിപ്പിച്ചും എടുത്തു. ഈ നീളൻ ക്യാൻവാസുമായി വരുന്ന ഇവർ എന്തിനോ ഉള്ള തയ്യാറെടുപ്പിലാണല്ലോ. ഈ സ്കൂൾ മുറ്റത്ത് അവർ അത് ഉറപ്പിക്കുകയാണ്. ആഹാ, ഇതെന്താ ഇത്? ഈ ക്യാൻവാസ് മുഴുവൻ കുട്ടികൾ വരച്ച ചിത്രങ്ങളാണല്ലോ. അതെ, മലയാള സാഹിത്യ ലോകത്തിന്റെ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിനെ പാലക്കാട് ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ അദ്ദേഹത്തിന്റെ ഇക്കഴിഞ്ഞ ഓർമ്മ ദിനത്തിൽ ഓർത്തെടുത്ത് ആദരിച്ചത് ഇങ്ങനെയാണ്. ബഷീറിന്റെ കഥകള് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു. ഒരാഴ്ചത്തെ ഒരു ചർച്ചകളുണ്ടായി. അതിനൊടുവിൽ കുട്ടികൾ അവനവൻ ഇഷ്ടപ്പെട്ട കഥകൾ തിരഞ്ഞെടുത്ത് ഒരു കോട്ട മതിൽ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ബഷീറിന്റെ ചിത്രങ്ങള്, സുൽത്താന്റെ കഥാപാത്രങ്ങൾ 75 വിദ്യാർത്ഥികൾ ചേർന്ന് അവരുടെ മനസ്സിൽ തെളിഞ്ഞ രൂപത്തിൽ വരയ്ക്കുകയായിരുന്നു. പാത്തുമ്മയും പാത്തുമ്മയുടെ ആടും മജീദും സുഹറയും ആനവാരി രാമൻ നായരും ഒറ്റക്കണ്ണൻ പോക്കർ മണ്ടൻ മുത്തപ്പ വിശ്വവിഖ്യാതമായ മൂക്ക് എല്ലാം കുട്ടികൾ വായിച്ചു, പിന്നെ വരച്ചു. 75 കുട്ടികളാണ് പങ്കെടുത്തത്. 75 എന്നത് ഞങ്ങളുടെ വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം ഒരു പ്രത്യേക നമ്പർ തന്നെയാണ്. കാരണം വിദ്യാലയത്തിന്റെ 75ാം വാർഷികം കൂടി ആഘോഷിക്കുന്ന വർഷമാണ്. സ്കൂളിലെ ചിത്രകലാ അധ്യാപകൻ വിപിൻ നാഥന്റെ ആശയമായിരുന്നു ഇത്. സംഗതി കൊള്ളാമെന്ന് കണ്ടതോടെ മലയാളം അധ്യാപകരും കൂടെ ചേർന്നു. അവർ കുട്ടികൾക്ക് ബഷീറിന്റെ കഥകൾ തിരഞ്ഞെടുത്തു കൊടുത്തു വായിക്കാൻ. അങ്ങനെ കുട്ടികളുടെ വായനയിൽ തെളിഞ്ഞ ബഷീർ കഥാപാത്രങ്ങൾ ദാ ഇങ്ങനെ ഒരു വലിയ ക്യാൻവാസായി തെളിഞ്ഞു. ഞങ്ങൾ കഥാപാത്രങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുത്തുന്നേ ഉള്ളൂ. കുട്ടികളുടെ കഴിവുകൾ തന്നെയാണ് അതിൽ കൂടുതൽ തിളങ്ങി നിൽക്കുന്നത്. ലൈബ്രറിയിലത്തെ ബുക്കുകൾ വായിച്ചിട്ട് അങ്ങനെ വരച്ചാണ്. അത് വായിക്കുമ്പോൾ നമുക്കൊരു ആശയം കിട്ടും. അത് നമ്മൾ നേരെ ക്യാൻവാസിക്ക് വരയ്ക്കുക. ബഷീറിന്റെ ഇമ്മണി വലിയ ലോകം അദ്ദേഹത്തിന്റെ ജന്മത്തോടനുബന്ധിച്ചുകൊണ്ട് വലിയൊരു കോട്ടമതിൽ തന്നെ അവർ കുട്ടികൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. സുൽത്താന് വേണ്ടി വര കൊണ്ടൊരു കോട്ടമതിൽ. സ്കൂളിലെ വിദ്യാരംഗം കലാസാഹിത്യവേദിയും വരപ്പടയും ചേർന്നാണ് മതിൽ യാഥാർത്ഥ്യമാക്കിയത്. വലിയൊരു ആദരവ് ഇതിലൂടെ അർപ്പിക്കുകയാണ് ഞങ്ങൾ. വലിയൊരു കഥാകാരന്റെ ലോകത്തെ ഒന്നും കൂടെ ഞങ്ങൾ ആണെന്ന് പഠിക്കുകയാണ്. അതിലുള്ള കഥാപാത്രങ്ങളിലൂടെ എല്ലാ കുട്ടികളും ജീവിച്ചു എന്നാണ്. ഈ ഒരു 4 ദിവസം ഞങ്ങൾ ബഷീർ കഥാപാത്രങ്ങളിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു. അപ്പോൾ അതൊരു വലിയൊരു അനുഭവമായിരുന്നു. ഞങ്ങൾ 75 പേർ ചേർന്നാണ് ഈ ചിത്രം വരച്ചത്. ഈ ചിത്രരചനയിലൂടെ ഞങ്ങൾക്ക് ബഷീറിന്റെ ലോകത്തേക്ക് പോകാൻ പറ്റി. നല്ലൊരു അനുഭവമായിരുന്നു. ഞങ്ങൾക്ക് നല്ല സന്തോഷമായി. ദൂരദർശൻ പാലക്കാട് നിന്നും ശ്രീകുമാർ.